എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജലജയും അനാമികയും ജാനകിയും ചേർന്ന് നയനയ്ക്കെതിരെ ഒരു ഗൂഢാലോചനയിലാണ്. എങ്ങനെയെങ്കിലും നയനയെ അനന്തപുരിയിൽ നിന്ന് ഓടിക്കണം എന്നതാണ് അവരുടെ ചിന്ത. ഇപ്പോൾ എന്ത് കാര്യത്തിനും ഏട്ടത്തി നയനയ്ക്ക് സപ്പോർട്ടാണ്. നയനയെ തള്ളിക്കളയാൻ ഏട്ടത്തി തയ്യാറാകുന്നേയില്ല. ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ ആദർശിൻ്റെ കാര്യം പറഞ്ഞാണ് എന്ന് പറയുകയാണ് നമ്മുടെ ജാനകി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് ശരിയാണ് ജാനകി, അസുഖം വന്നതിൻ്റെ ശേഷം ഏട്ടത്തിക്ക് ആദർശനോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. അവന് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഏട്ടത്തി ചെയ്യുകയില്ല. അപ്പം ജലജ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആദർശിനെയും നയനയെയും പിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണ്ടേ ജലജയെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജാനകി. അപ്പോൾ ജലജ പറയുകയാണ്, അത് നമുക്ക് ഏട്ടത്തിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. നയനയും ആദർശിനെയും പിരിക്കാൻ ഏട്ടത്തിയെ കയ്യിലെടുക്കുക തന്നെ വേണം. ആദർശേട്ടൻ അവളെ വെറുത്താൽ പിന്നെ അവൾ ഈ വീട്ടിൻ്റെ പുറത്താണ് എന്ന് പറയുകയാണ് അനാമിക. അവളിപ്പോൾ വലിയ ഡിസൈനർ അല്ലേ? അത് ശരിയാണ് ജലജെ, അവളുടെ ഓരോ ഡിസൈനും ലക്ഷങ്ങളാണ് കമ്പനിക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കമ്പനിയുടെ തലപ്പത്തിരിക്കും. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പിരിക്കണം. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ജലജ. അങ്ങനെ അവിടെ നിന്നും ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ് ജലജ, ദേവയാനിയെ കയ്യിലെടുക്കാനായിട്ട്. എന്നിട്ട് പറയുകയാണ്, അനാമിക അവിടെ വളരെ വിഷമത്തിലാണ്. ആ നന്ദു ഇവിടെ വന്നു പോകുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ മകനെ ഒന്നും വിഷമിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആദർശ് നയനയെ വെറുക്കുന്ന മാതിരി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എടുത്തി എന്ന് പറയുകയാണ് ജലജ. ഏതായാലും ജലജയുടെ മനസ്സിലിരിപ്പ് അറിയാൻ എല്ലാത്തിനും സമ്മതമെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി. അഭി ഓഫീസിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളെ കള്ളിയാക്കാൻ എളുപ്പമാണ്. അവളെ കള്ളിയാക്കണം, പെരുങ്കള്ളി. അങ്ങനെയാണെങ്കിൽ ആദർശ് തന്നെ അവളെ പുറത്താക്കിക്കൊള്ളും. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീയാ പെരുങ്കള്ളി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മരുമകളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി വരാൻ പോലും ഞാൻ അനുവദിക്കുകയില്ല. ഏട്ടത്തി എന്താണ് ആലോചിക്കുന്നത്? നയനക്കെതിരെയുള്ള പണി അഭിയെ വെച്ച് ഞാൻ ചെയ്തുകൊള്ളൂ. ഏട്ടത്തി ഒന്നും വിഷമിക്കണ്ട എന്ന് പറയുകയാണ് നമ്മുടെ ജലജ. അങ്ങനെ അഭിയുടെ അടുത്തുപോയി ജലജ ഇതെല്ലാം പറയുകയാണ്. ഏട്ടത്തിക്കും അവളെ ഇഷ്ടമൊന്നുമല്ല, എല്ലാവരും പിണങ്ങുമെന്ന് കരുതിയാണ് ഏടത്തി അവളെ സഹിക്കുന്നത്. ഏടത്തിയും നമുക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മേ അവളുടെ തലയിൽ നല്ല ആൾതാമസമുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചതാണ്, അവൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടെയുണ്ട്. എങ്കിലും അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ നിലനിൽപ്പുണ്ടാകില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് അഭിയും ജലജയും.